ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ.ഡി. നോട്ടീസ്. ഈ മാസം 19-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ആവശ്യം. 6-ാം തവണയാണ് കെജ്രിവാളിന് ഇ.ഡി. സമൻസ് അയക്കുന്നത്. കഴിഞ്ഞ 5 തവണയും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാഷ്ട്രീയ വേട്ട എന്ന വിമർശനം ആം ആദ്മി പാർട്ടി ശക്തമായി ഉയർത്തുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഇ.ഡി. കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും നോട്ടീസ്. വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, ഇത് 6-ാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നത്. ഈ ഫെബ്രുവരി 19-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായി ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കഴിഞ്ഞ 5 തവണ അയച്ച നോട്ടീസിനും കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഇ.ഡിക്ക് മുന്നിൽ. തനിക്ക് എതിരായ ഇ.ഡിയുടെ നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതം കെജ്രിവാൾ ആരോപിച്ചത്. ആം ആദ്മി പാർട്ടിയും ഇക്കാര്യം ആവർത്തിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് എന്നും ബി.ജെ.പിയുടെ ഒരു ആയുധമായി പ്രവർത്തിക്കുകയാണ് ഇ.ഡി എന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് എതിരായ ഈ നോട്ടീസ് നിയമം ലംഘിച്ചതാണ് എന്നും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേസിൽ തൻ്റെ പങ്കെന്ത്, അല്ലെങ്കിൽ സാക്ഷി എന്ന പേരിലാണോ പ്രതി എന്ന പേരിലാണോ താൻ ഇ.ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്ന് നോട്ടീസിൽ പരാമർശിച്ചിട്ടില്ല എന്നും അക്കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുമാണ് ഇ.ഡിക്ക് ആദ്യ 4 നോട്ടീസുകൾക്ക് നൽകിയ മറുപടികളിൽ കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നോട്ടീസിലും കെജ്രിവാൾ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം ഇ.ഡിയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടായേക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. കാരണം നിയമപരമായ നീക്കങ്ങളും ഇ.ഡി ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ആകട്ടെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു പശ്ചാത്തലത്തിൽ. റീജിയൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.